നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF-ൽ ചേക്കേറാൻ CPI-യിൽ മുറവിളി ഉയരുന്നു. UDF-ലേക്ക് ചേർന്നില്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ CPI-യുടെ കൊടിയും പടവും തോരണവും കേരളത്തിൽ അവശേഷിക്കില്ലെന്നാണ് പാർട്ടിയുടെ തിരിച്ചറിവ്. CPM ഇല്ലാതാകുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ CPI ഇല്ലാതാകുമെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ 14 ജില്ലകളിലും കൂടിയ ജില്ലാതല കമ്മിറ്റി യോഗത്തിൽ ഒരേ വികാരമാണ് പുറത്തുവരുന്നത്. പിണറായി വിജയനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കാതെ ഇനി LDF-ൽ നിന്നിട്ട് കാര്യമില്ല. പിണറായി എന്ന വ്യക്തിയെ കേരളം വെറുക്കുകയാണ്. സർക്കാരിനെതിരെയല്ല, മറിച്ച് പിണറായി വിജയനെതിരെയുള്ള വിധിയെഴുത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ജില്ലാതല വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI മത്സരിച്ച 4 സീറ്റുകളിലും CPM കാലുവാരിയെന്നാണ് CPI-യുടെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് CPM പ്രവർത്തകരിൽ ഏറിയ ഭാഗവും കോൺഗ്രസിനും BJP-ക്കുമാണ് വോട്ട് ചെയ്തത്. മാവേലിക്കരയിൽ CPM വേണ്ട വിധത്തിൽ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്നാണ് CPI-യുടെ നിഗമനം. വയനാട്ടിൽ CPM വോട്ടുകളിൽ 40% രാജീവ് ഗാന്ധിക്ക് കൊടുത്തുവെന്നാണ് അവിടുത്തെ കണ്ടെത്തൽ. തൃശൂരിൽ CPI മാത്രമാണ് LDF-ൽ പ്രചാരണത്തിന് മുന്നിൽ നിന്നതെന്നും വലിയൊരു വിഭാഗം ഈഴവ അനുഭാവ CPM വോട്ടുകൾ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് പോയെന്നുമാണ് വിലയിരുത്തൽ. കഴിഞ്ഞ LDF തരംഗത്തിൽ സംസ്ഥാനത്ത് 18 അസംബ്ലി സീറ്റുകളിൽ വിജയിച്ചുവെന്ന നേട്ടം അടുത്ത തവണ ആവർത്തിക്കാനുള്ള സാഹചര്യമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI-ക്ക് MLA-മാരുള്ള 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് പാർട്ടിക്ക് ലീഡ് നേടാനായത്. അടുത്ത ലെജിസ്ലേറ്റീവ് അസംബ്ലി തെരഞ്ഞെടുപ്പിലും UDF തരംഗമുണ്ടായാൽ CPI കേരളത്തിൽ 2 or 3 സീറ്റിൽ ഒതുങ്ങുമെന്ന് തീർച്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലെല്ലാം ഭൂരിപക്ഷം UDF-നായിരുന്നുവെന്നതും CPI-യുടെ ഭാവി സാധ്യതകൾ ഇല്ലാതാക്കുമെന്ന് വ്യക്തമാണ്. മുൻപ് കേരളത്തിന് പുറമെ പഞ്ചാബ്, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിൽ CPI-ക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. നിലവിൽ കേരളം വിട്ടാൽ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് CPI-ക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ളത്. രാജ്യസഭയിലെ ഏക പ്രാതിനിധ്യമല്ലാതെ രാജ്യത്തൊരിടത്തും CPI-ക്ക് പ്രാതിനിധ്യമില്ലാത്ത സാഹചര്യമാണ്. CPM-ന്റെ തണൽ പറ്റി ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് CPI-യിലെ പൊതുവികാരം. CPM-ന്റെയും DYFI-യുടെയും ആധിപത്യത്തിനുള്ളിൽ CPI-ക്ക് വളരാൻ ഇടമില്ലാതായി. AIYF എന്ന പ്രസ്ഥാനത്തിന് നേതാക്കളില്ല. യുവജന പ്രസ്ഥാനത്തിൽ ആളോ അനക്കമോ ഇല്ലാതായി. CPI-യുടെ വിദ്യാർത്ഥി സംഘടന വെറുമൊരു പേപ്പർ സംഘടനയായി മാറിയിരിക്കുന്നു. പാർട്ടിയുടെ വനിതാ പ്രസ്ഥാനത്തിൽ 1000 പേർ തികച്ചുണ്ടോ എന്ന ചോദ്യവും ചില ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു. ഇത്തരത്തിൽ മോശം ഭരണം കാഴ്ചവെച്ചിട്ടും പിണറായി വിജയനെ സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന CPM നേതൃത്വത്തിന്റെ നിലപാടിനോട് യോജിക്കാനാവില്ല എന്നാണ് വിലയിരുത്തൽ. CPM-ന് വിധേയപ്പെട്ട് ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്നിരിക്കെ ഇനി എങ്ങോട്ട് എന്ന ചിന്തയാണ് CPI-ക്കുള്ളത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ LDF-ൽ എടുത്തതിനോടും CPI-ക്ക് യോജിപ്പില്ല. കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെ 2 സീറ്റുകൾ കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ടായി. LDF-ൽ 2ാം സ്ഥാനം നഷ്ടമാകുന്ന സാഹചര്യം ആത്മഹത്യാപരമാണെന്ന് CPI കരുതുന്നു. CPI-യുടെ 4 മന്ത്രിമാരും ഭരണത്തിൽ പരാജയമാണെന്ന് ജില്ലാ കമ്മിറ്റികളിൽ വിമർശനം ഉയർന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭരണപ്രാപ്തി പോലും CPI-യുടെ ചില മന്ത്രിമാർക്കില്ലെന്നാണ് CPI-യുടെ ആത്മവിമർശനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.